ശക്തമായി പറഞ്ഞു, വാദിച്ചു. വൈകുന്നേരം വരെ, രാവിലെ ഞങ്ങൾ പോയി, വൈകുന്നേരം വരെ അവിടെ നിന്ന് പറഞ്ഞു. അവസാനം ഒരു 5-5:30 സമയമായപ്പോ ജബ്ബാർ മൗലവി പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു വിശദീകരണം എഴുതിത്തരാം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് കാര്യം ഇത്രയും പണിയെടുത്തതിൻ്റെ ഗുണമായല്ലോ എന്ന് വിചാരിച്ച് ജബ്ബാർ മൗലവി അകത്ത് കയറി കൈകാല് കഴുകി, അന്ന് അദ്ദേഹത്തിന് വീട് പണി നടക്കാണ്, അതിനിടക്കുന്ന കുപ്പായി എടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിങ്ങനെ ഇറങ്ങി വരുമ്പോ ഒരാൾ പെട്ടെന്ന് കുമ്പസരിക്കാൻ കൊണ്ടുപോവുകയാണോ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ചാടി വീടൂ. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടല്ല, പിന്നെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകനാന്ന് പറഞ്ഞു. ഇനിയിപ്പോ അത് ആരായിരുന്നാലും കുമ്പസരിക്കാൻ കൊണ്ടുപോകണമെന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ ചാടി. നമുക്കറിയാം ഹുസൈൻ സലഫി അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അദ്ദേഹം നിന്നിട്ടില്ല. അദ്ദേഹം ആകെ വിളറി, ഞങ്ങൾ വിളറി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് കേട്ട ഉടൻ തന്നെ അദ്ദേഹം തിരിച്ച് കുപ്പായം ഊരി അകത്ത് തിരിച്ചു കയറി. ഞാനില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലായില്ല, കുമ്പസരിക്കാൻ കൊണ്ടുപോകണം. നമ്മളിത് കുമ്പസരിക്കാനാ? രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ, ഇവിടെ കുറെ നേരമായല്ലോ കുറുകാൻ തുടങ്ങിയിട്ട്. ഇപ്പോ വൈകിട്ട് കുമ്പസരിക്കാൻ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മേലെ ചാടിക്കേറി. അവസാനം ഞങ്ങൾ പകച്ചിക്കാണ്. ഇദ്ദേഹം അകത്തോട്ട് കയറിപ്പോയി ചെയ്തു. ജബ്ബാർ മൗലവിയുടെ വീടിന്റെ മുറ്റത്ത് ഞങ്ങൾ 4 പേരും ഇങ്ങനെ കൈ കെട്ടിയിരിക്കുക. അവസാനം ഹുസൈൻ സലഫി പറഞ്ഞു, നമ്മൾ പോയാൽ എന്തെങ്കിലും ഇദ്ദേഹത്തിന് സംഭവിച്ചാൽ പറയും, നമ്മളിവിടെ വന്ന് മൂപ്പരെ ബേജാറാക്കി എന്തെങ്കിലും സംഭവിച്ചെന്ന് പറയാം. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വിളിച്ച് വരുത്തിയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ താഴെ ഇറങ്ങി പള്ളിയിലിരുന്നു, തുറക്കൽ പള്ളിയിരുന്നു. ആരെ വിളിക്കും? അപ്പോൾ പറഞ്ഞു, സലഫി പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി വിളിക്കുക എന്ന് പറഞ്ഞു. സലഫി വിളിച്ചു. സലഫി അന്ന് മഞ്ചേരിയിലോ എവിടെയാണ്. സലഫി പറഞ്ഞു, ഞാൻ എത്താം. ഇശാ നമസ്കാരം വരെ രാവിലെ പോയ ഞങ്ങൾ വൈകുന്നേരം വരെ കുത്തിക്കിടക്കുക ഒരു സ്ഥലത്ത് പോയിട്ട്. ഇശാ നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചു. തുറക്കൽ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അവിടുത്തെ ആളുകളൊക്കെ, പള്ളി ഉണ്ടായിരുന്ന ആളുകളൊക്കെ പുറത്തേക്ക് പോയി. സാധാരണക്കാർക്കിടയിൽ വിഷയം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ജബ്ബാർ മൗലവി വിളിച്ചു കൊണ്ടുപോയി സ്നേഹത്തോടെ സ്ത്രീകൾക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഭാഗത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് അബ്ദുറഹ്മാൻ സലഫി വളരെ ശക്തമായും വൈകാരികമായും സംസാരിച്ച് പറഞ്ഞു, മൗലവി, നമ്മൾ മരിച്ചു പോവും, നാളെ അടുത്ത തലമുറ വരും, എന്നിട്ട് ഇത് വായിക്കും, എന്നിട്ട് ജിന്നോട് സഹായം തേടൽ ശിർക്കല്ല എന്നവർ മനസ്സിലാക്കിപ്പോയാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടി വരും. അള്ളാഹിന്റെ മുന്നിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് ഇത് പരലോകത്തിന്റെയും തൗഹീദിന്റെയും വിഷയമാണ്, നിങ്ങൾ തിരുത്തണം, വിശദീകരണം കൊടുക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുത്തൂല. വീണ്ടും സലഫി വളരെ ശക്തമായി മറ്റേ ഈ പഴയ മുസ്ലിയാക്കന്മാരുടെ മസലകൾ ചർച്ച ചെയ്യണ പോലെ കീറി മുറിച്ച് ഇത് ചർച്ച ചെയ്യാൻ സാധാരണക്കാരന് കഴിയില്ല, നമ്മൾ വിശദീകരിച്ചു കൊടുക്കാൻ നമ്മൾ ഉണ്ടാവില്ല, വളരെ ശക്തമായി പറഞ്ഞു. അവസാനം സലഫി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ജബ്ബാറിനോടൊക്കെ ചോദിച്ചു, ഞങ്ങൾ തിരുത്തിക്കോട്ടെ മൗലവി, നിങ്ങൾക്ക് വേണ്ടിയത് ഞങ്ങൾ തിരുത്തിക്കോട്ടെ. അപ്പോൾ സലഫി സംസാരിച്ച ആ ചൂട്ടിൽ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ തിരുത്താതിരിക്കോ, എന്തുവേണം ചെയ്തോ, എനിക്കെന്താണ്, നിങ്ങൾ തിരുത്തൽ എൻ്റെ ഒരു വാദം എന്തിനാന്ന് ചോദിച്ചു. നമുക്കതായി, അൽഹംദുലില്ലാ, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്തിക്കോന്ന് മൂപ്പര് പറഞ്ഞല്ലോ. അവധി നിങ്ങൾ തിരുത്താതിരിക്കോ, എന്ത് വേണം ചെയ്തോ എന്ന് പറഞ്ഞല്ലോ. അതിലൊരു തിരുത്തണ്ടല്ലോ, തിരുത്തിക്കോന്ന് പറഞ്ഞല്ലോ. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. അത് കേട്ടുകൊണ്ട് വന്നു. എന്നിട്ട് എഴുതി കൊടുത്തു അതിനൊരു മറുപടി. നമ്മൾ അവിടെയും നീതി കാണിച്ചു. എന്താ അറിയോ, ജബ്ബാർ മൗലവി എഴുതിയ വാദം, ജബ്ബാർ മൗലവി ഉദ്ദേശിച്ചത് ഒരു വരി പോലും ആ പറഞ്ഞതിൽ നമ്മൾ വിട്ടുകളഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് പറയാനുള്ളത്, ഈ പ്രസ്ഥാനത്തിന് പറയാനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് അതിന്റെ ചുവട്ടിൽ എഴുതി ചേർക്കുകയും ചെയ്തു. ജബ്ബാർ മൗലവി എന്താ ഉദ്ദേശിച്ചത്, ജബ്ബാർ മൗലവി പറഞ്ഞത് അങ്ങനെ തന്നെ, പറഞ്ഞ വാചകം തന്നെ ഇതിൽ എഴുതി വെച്ചു. അല്ലാത്തൊരു പ്രാർത്ഥിക്കാം. കണ്ടോ, ഇവിടെ ഒരു ചോദ്യം ഷമീർ കുറ്റിപ്പുറം എന്നൊരാള് അന്ന് ഇതിനു വേണ്ടി ഉത്തരം കൊടുക്കാൻ വേണ്ടി ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യം കൊടുത്തിട്ട് ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേൽ പ്രസ്ഥാനത്തെക്കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്രായേൽ പ്രസ്ഥാനം പ്രദാനം ചെയ്യുന്നത്, അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്ന് അല്ലാത്തൊരു പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. പിന്നെ ലേഖകൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് കൊടുത്തു. നമ്മൾ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാതെ അതങ്ങനെ തന്നെ, ആ ലേഖകന്റെ വാചകമായതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ട് അതിന്റെ അവസാനത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല, ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. ഇതന്ന് എഴുതി ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകൾ എഴുതി ഇസ്ലാഹിന് അയച്ചു കൊടുത്തു, ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോ അനസ് മൗലവിയുടെ ക്ലിപ്പൊക്കെ ചില ആളുകൾ ഇവിടെ വിഷൻ എന്ന് പറഞ്ഞിട്ട് ഇറക്കിടുണ്ടോ? നീതിയുണ്ടോ? ഒരു ചോദ്യം ചോദിക്കട്ടെ, നീതിയുണ്ടോ? നീതിയാണോ അത്? നീതിയാണെങ്കിൽ ആ ക്ലിപ്പുകൾക്ക് മുമ്പും അതിനുശേഷവും പറഞ്ഞ കാര്യങ്ങളുണ്ട്.
ചില ആളുകൾ പറയുന്നത് എന്താ വെച്ചാല് പണ്ട് അനസ് മൗലവിക്കൊക്കെ ആ വാദമായിരുന്നു, പിന്നെ ഇപ്പൊ മാറിയതാണ്. ആ വാദമാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് ജബ്ബാർ മൗലവിയോട് സംസാരിക്കണോ, തിരുത്താൻ പറയണോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം വളരെ മോശമായി സംസാരിച്ച സംസാരങ്ങൾ ഞങ്ങളുടെ ഗുരു, ആ ഗുരുവിന്റെ സ്ഥാനത്തോളം കാണുന്ന ഒരാൾ, ഗുരുവല്ലെങ്കിലും ഗുരുവിന്റെ സ്ഥാനത്തോട് കാണുന്ന പ്രായം കൊണ്ട് മാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആ രൂപത്തിൽ എതിർപ്പുകൾ സഹിക്കാൻ കഴിവുള്ള, ക്ഷമിക്കാൻ കഴിവുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിന് പ്രയാസമൊന്നുമില്ല, മാനസിക പ്രയാസമൊന്നുമില്ല. വൈകുന്നേരം വരെ കാത്തിരുന്ന് അവസാനം ഇങ്ങനെ ഒരു വിശദീകരണം എഴുതി കൊടുത്ത് പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ, പിന്നെ എവിടെ ഈ വിജനപ്രദേശം എന്ന് പറയുന്ന ഇസ്രാ എടുത്താലും നമ്മൾ ഉടനെ എടുക്കണ ഈ ഇസ്രാ, ഇതാ ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. അവിടെ ജബ്ബാർ മൗലവിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു, നമ്മുടെ നിലപാട് എഴുതി കൊടുത്തു. പക്ഷെ ഇത് എഴുതി കൊടുത്ത് മാസങ്ങളോളം ഇസ്രാഹ് പ്രസിദ്ധീകരിച്ചില്ല. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചത്. ഇത് എഴുതി കൊടുത്തു. എഴുതി കൊടുത്തതിന് ശേഷം ഇത് കുറെ കാലം, കാരണം ജബ്ബാർ മൗലവി ഇസ്ലായിൽ എഴുതുന്നുണ്ട്. അപ്പൊ കുറെ കാലം ജബ്ബാർ മൗലവിക്ക് എതിരാവോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ കൊടുത്ത് നമുക്കിപ്പോ നേരെ കൊണ്ടുപോയിട്ട് പ്രസ്സിൽ കൊണ്ടുപോയിട്ട് ഇസ്ലാ അടുപ്പിച്ച് ഇസ്ലാമിന്റെ പേരിൽ ഇറക്കാൻ പറ്റുമോ? അത് കുറെ കാലം പ്രസിദ്ധീകരിച്ചില്ല. അവസാനം വളരെ ശക്തമായി പലരും പ്രതിഷേധിച്ചു. ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകൾ പ്രതിഷേധിച്ചു. കാര്യം ഇതിന്റെ പത്രാധിപ സമിതിയിൽ ഹുസൈൻ സലഫിയുടെ പേരുണ്ട്. ശക്തമായി ഇടപെട്ടു. എന്റെ പേരതിൽ നിന്ന് നീക്കേണ്ടി വരും എന്ന് വരെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുണ്ട്. അവസാനം പിന്നെ കൊടുത്ത ജനുവരി 2008 ജനുവരിയിലായപ്പോ അത് കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ വായിക്കാൻ തുടങ്ങി. കൊടുത്തതിന് ശേഷം നമ്മൾ വായിക്കാൻ തുടങ്ങി. അതിനു മുമ്പും അത് ഈ നിങ്ങൾ നോക്കിക്കോ, എന്റെ ക്ലിപ്പുകൾ ഞാൻ മടവൂരികൾക്ക് മറുപടി പറയുന്ന ക്ലിപ്പുകൾ എടുക്കും. ജബ്ബാർ മൗലവിയുടെ പകൽ വെളിച്ചം വായിക്കുമ്പോൾ നമ്മൾ ചെറിയ മുണ്ടത്തിന്റെ ബുക്ക് വായിച്ച് മറുപടി പറയുന്ന ക്ലിപ്പുകൾ പലയിടത്തും ഇടാറുണ്ട്. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയാം, ആ സീഡികൾ ഓരോന്നും ഇരുന്നിട്ട് അതിൽ വ്യക്തമായി തന്നെ ജിന്നോട് സഹായം തേടി ശിർക്കാണെന്ന് പറയാതെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ചിലർ പറയണെന്ന് വെച്ചാല് അനസ് മൗലവി മടവൂരേക്ക് മറുപടി പറഞ്ഞു, പക്ഷേ നിലപാട് പറഞ്ഞിട്ടില്ല, ഹുക്കുമ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. ജിന്നോട് സഹായം തേടുന്നതിന് ഹുക്കുമ് പറഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞത്? ഒന്ന് ചിറകൊടിഞ്ഞ മടവൂരികൾ, കുന്നത്തേരി സംവാദം ചിറകൊടിഞ്ഞ മടവൂരികളും CD ഉണ്ടോ? ജിന്നോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഹുക്കുമ് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ CD മതം മറന്ന മടവൂരികൾ, താനാളൂർ പ്രസംഗം, ആ കുന്നത്തേരി സംവാദത്തിന് മറുപടി ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞു. അത് മറ്റുള്ളവരും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. കുന്നത്തേരി സംവാദത്തിലും അത് മറുപക്ഷം ഫൈസൽ ഹസനെ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് ക്ലിപ്പിട്ട് ഞാൻ അലിക്ക് മറുപടി പറഞ്ഞു. അപ്പോ അലി മറുപടി പറഞ്ഞറിയോ? അത് ഫൈസൽ ഹസനെ പറയുന്നത് കോട്ടക്കൽ സംവാദത്തിൽ ജിന്നോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് പറഞ്ഞു എന്നാണ്, അല്ലാതെ കുന്നത്തേരിയിൽ ശിർക്കാണെന്ന് പറഞ്ഞു എന്നല്ലാതെ. അപ്പൊ താനാളൊരു അടുത്ത മറുപടി അലിക്ക്. അവിടെ ഞാൻ രണ്ടും തെളിവിട്ട് കൊടുത്തു. എന്ത്? ഏതായാലും കോട്ടക്കൽ സംവാദത്തിൽ ജിന്നോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചല്ലോ. കുന്നത്തേരി സംവാദത്തിലും പറഞ്ഞു, ആ ക്ലിപ്പിട്ട് കൊടുക്കുന്നുണ്ട് താനാളൊരു പ്രസംഗത്തിൽ. ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മളിത് പറയുമ്പോൾ ജിന്നോട് സഹായം തേടുന്നത് ശിർക്കാണ്. കാരണം ആ കേൾക്കുന്ന ആൾക്കാരെ തെറ്റിദ്ധരിക്കരുത്, ജിന്നോട് സഹായം തേടാം എന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാ പറയണത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പയ്യന്നൂർ മുഖാമുഖം അല്ലേ, പയ്യന്നൂർ മുഖാമുഖം, ആ പയ്യന്നൂർ നടത്തിയ മുഖാമുഖത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വണ്ടി കയറി വന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓർക്കുണ്ടാവുകള്? ഒരു മടവൂരി തിരുവനന്തപുരത്ത് വണ്ടി കയറി വന്നത്. അവിടെ ഖുർആനിൽ ആയത്തും ഹദീസും വെച്ചിട്ട് വിജനപ്രദേശത്താണെങ്കിലും സ്വജനപ്രദേശത്താണെങ്കിലും ജിന്നോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ സമയത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്താണ് ചിലർ ഇത് വിഷയം തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നമ്മൾ അന്നേ ശ്രദ്ധിച്ചു പോരുന്നുണ്ട്. ഇപ്പോഴാണ് ചിലപ്പോൾ ഈ പറയുന്ന 2011 2012 ആയപ്പോഴേ ചിലർ ഈ വിഷയം തന്നെ ശ്രദ്ധിക്കണത്. അപ്പോ ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നത്. അല്ല, നമ്മൾ നേരത്തെ പറയുന്നത് നിങ്ങൾ കേട്ടില്ല, അതാ വിഷയോ. നേരത്തെ നമ്മൾ പറയുന്നുണ്ട്, അത് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ജബ്ബാർ മൗലവിയുടെ പേരെടുത്തിട്ട് ജബ്ബാർ മൗലവി ശിർക്ക് ചെയ്തു, അയാൾ ശിർക്ക് ചെയ്തു, ഇയാൾ ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ട കാര്യം നമുക്കില്ല. അങ്ങനെ ചില ആളുകൾ ഇപ്പോ എന്താണ് ശിർക്ക് ആരോപകർക്ക് മറുപടി എന്നാ അങ്ങനെ ശിർക്ക് ആരോപിക്കുന്നവർക്ക് മറുപടി CD ഇറക്കുക യൂട്യൂബിലേക്ക്. അതാ CD. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ സാധാരണ ആരാ പറയുന്നത്? ശിർക്ക് ആരോപിക്കുകയാണ്. ഒരു നാട്ടിൽ തൗഹീദ് പ്രസംഗം നടത്തിയാൽ ഖുറാഫികളൊക്കെ പറയുന്നത് ഇവിടുത്തെ മുസ്ലിമുകളൊക്കെ മുശ്രിക്കാക്കാൻ വേണ്ടി ഓരോ വന്നതാ. നമ്മൾ ആരെയും മുശ്രിക്കാക്കാൻ പോയതല്ല, ശിർക്ക് ഇത് നമ്മുടെ നാട്ടില് മറ്റുള്ള ഖുറാഫികൾ പറഞ്ഞാണ്. ശിർക്ക് ആരോപിക്കില്ല, ആർക്കെതിരെ ശിർക്ക് ആരോപിക്കല്ല. ഇത് ഗുണകാംക്ഷയാണ്. ഈ ലലാലത്തിൽ ഒരാൾ പെട്ടുപോകരുത്.
ഈ അബദ്ധവിശ്വാസത്തിൽ ഒരാൾ പെട്ടുപോകരുത്. നമ്മുടെ എതിരാളികൾ ഇത് വെച്ച് നമ്മെ അടിക്കരുത്. അവിടെ വളരെ ശക്തമായി തന്നെ മടവൂരികളെ നേരിടേണ്ട രൂപത്തിൽ നമ്മൾ നേരിട്ടു, ഖുറാഫികളെ നേരിടേണ്ട രൂപത്തിൽ നമ്മൾ നേരിട്ടു. അതേസമയം ജബ്ബാർ മൗലവി എഴുതിയത് നമ്മൾ വളരെ വ്യക്തമായി തന്നെ തിരുത്തി കൊടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതൊരിക്കൽ മാത്രമല്ല, പലതവണ പ്രസംഗങ്ങളിലൂടെ എഴുത്തുകളിലൂടെ തിരുത്തു കൊടുത്തു. അവസാനം വീണ്ടും അദ്ദേഹം അതിൽ ഉറച്ചു നിന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു, ദൗറ നടത്തി. വീണ്ടും അദ്ദേഹത്തിന്റെ വാദത്തിൽ അദ്ദേഹം ഉറച്ചിരുന്നപ്പോൾ സർക്കുലർ അയച്ചു, എല്ലാവരെയും വിവരം അറിയിച്ചു. ഇത് കൂടുതൽ ആ വിഷയത്തൊന്നും ചെയ്യലല്ലോ. ശിർക്കിനോട് നമ്മൾ ഒരിക്കലും സന്ധിക്കാത്തത് കൊണ്ടാണ് ഈ നിലപാടുകളെല്ലാം സ്വീകരിച്ചത് എന്ന് ബഹുമാനനായ എൻ്റെ സാദിഖ് സാഹിബ് മനസ്സിലാക്കും, എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അലി എന്നാണ്, പുല്ലൂക്കര. മരിച്ചുപോയ ആളുകളുടെ കരീനുമായി സംസാരിക്കുന്നു എന്നതിന് തെളിവായി VR കൃഷ്ണയ്യരുടെ ഭാര്യയുമായി അദ്ദേഹം സംസാരിച്ചു എന്ന് പറയുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിലെ ഉദ്ധരണിയൊക്കെ വെച്ചുകൊണ്ട് കരീനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ് എന്നുള്ള രൂപത്തിൽ പറയുകയുണ്ടായി. സക്കറിയ സലാഹിയാണ് നേരിട്ട് സംസാരിച്ച സമയത്ത് എന്നോട് സംസാരിച്ചതാണ്. അതേപോലെ തന്നെ ഒരു 2 വർഷം മുന്നേ, 2-3 വർഷം മുന്നേ കോഴിക്കോട് ടാഗോർ ഹാളിൽ നടന്ന പണ്ഡിതന്മാരെയും മണ്ഡലം KNM ISM MSM മണ്ഡല സെക്രട്ടറിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗത്തിൽ പണ്ഡിതന്മാർക്ക് ഒരു വാണിംഗ് എന്ന രൂപത്തിൽ അന്ന് മുജാഹിദ് ബാൽശ്ശേരിയും സക്കറിയ സലാഹിയും ഒക്കെ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ വെച്ച് ഈ വിവാദ വിഷയങ്ങൾ പറയാതെ നമുക്ക് ഒരുപാട് തൗഹീദിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഇനി ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമ്മുടെ നേതൃത്വത്തെ അറിയിക്കണം എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അടുത്തുള്ള, ഞാനവിടെ ആ സമയത്ത് ISM-ൻ്റെ മേഖലാ ഭാരവാഹിയായിരുന്നു. ആ സമയത്ത് സക്കറിയ സലാഹിയെ അടുത്ത് നമ്മുടെ ഒരു പ്രവർത്തകൻ പോയ സമയത്ത് അദ്ദേഹം ഈ പ്രവർത്തകൻ്റെ ചെവിയിൽ ഒരു CD വെച്ച് കൊടുത്ത്, ഒരു റുക്കിയ ശർഈയുടെ CD വെച്ച് കൊടുത്ത് ആ പ്രവർത്തകൻ ചികിത്സ നടത്തുകയുണ്ടായി. ആ സമയത്ത് ആ പ്രവർത്തകൻ വയലൻ്റ് ആവുകയും CD പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, അവന് ഒരു ജിന്ന്, ഒരു പിശാച് കൂടിയതാണ്, വളരെ പഴക്കമുള്ള പിശാചാണ്. അപ്പോൾ എന്താണ് അതിന് വഴിയെന്ന് ചോദിച്ച സമയത്ത് അതിന് ചികിത്സിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ചികിത്സ എന്ന് ചോദിച്ച സമയത്ത് അത് ഒരു ജമാഅത്തിൻ്റെ ഒരാളുണ്ട്, കൂടാതെ നമ്മുടെ ഒരാളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പോകണമെന്ന് പറഞ്ഞു, കൂടെ പോകണമെന്ന് പറഞ്ഞു. ഞാനതിന് തയ്യാറായില്ല. എന്താണെന്ന് വെച്ചാൽ തികച്ചും പൂർണ്ണമായും സുന്നി ആദർശത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ വന്ന ആളാണ് ഞാൻ. എൻ്റെ പെങ്ങൾക്കടക്കം എൻ്റെ നാട്ടിൽ പലർക്കും ഈ ജിന്ന് പിശാച് കൂടി എന്ന പേരിൽ കൂക്കലും ബഹളമൊക്കെ നടന്നിരുന്നു, പണ്ട് AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ പോലെ. ആ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആൾ എന്നോട് ഇദ്ദേഹം പറയുകയാണ് ഈ ചികിത്സിക്കാൻ വേണ്ടി പോകണമെന്ന്. ആ സമയത്ത് ഞാൻ അതിന് തയ്യാറായില്ല. അപ്പോൾ അദ്ദേഹം പിന്നീട് കഴിഞ്ഞ വർഷം അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് ആ സംസാരിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ കൂടി പങ്കെടുത്ത് നേരത്തെ അനീഫ് മൗലവി വിശദീകരിച്ച ജാമിയയിൽ PN അബ്ദുൽ ലത്തീഫ് മൗലവിയുടെയും പറപ്പൂരിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് പ്രബന്ധം ആണെന്ന് തോന്നുന്നു അവതരിപ്പിച്ചു. CD ചികിത്സയൊന്നും പാടില്ല എന്ന് പറയുന്ന സമയത്താണ് അദ്ദേഹം ഈ ചികിത്സയെ ന്യായീകരിച്ച് സംസാരിക്കുകയും ആ ചികിത്സയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ആ ചികിത്സ തുടരണമെന്ന് അദ്ദേഹം അവിടെ വെച്ച് ചികിത്സ ഇഫ്ലുർ റഹ്മാനാണെന്ന് തോന്നുന്നു ചികിത്സിച്ചത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചികിത്സ തുടരണം, ഈ ചികിത്സ തുടരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി പള്ളിയുടെ മുകളിൽ വെച്ച് ചികിത്സിക്കുകയും കടവത്തൂരിൽ വെച്ച് ചികിത്സിച്ചാൽ അവിടെ മടവൂരികളുണ്ട്, ഇവൻ്റെ വീട്ടുകാർ സുന്നികളാണ്, അപ്പോൾ സുന്നികളുടെ അടുത്ത് നിന്ന് ചികിത്സിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തലശ്ശേരി പള്ളിയിൽ നിന്ന് ചികിത്സിക്കുകയും അത് വയലൻ്റ് ആവുകയൊക്കെ ചെയ്ത സന്ദർഭം വിശദീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആശയം മുന്നോട്ട് വെച്ച് പോകുന്ന ആളുകളുടെ കയ്യിൽ നമ്മുടെ സംഘടന എത്തിച്ചേരരുത് എന്നുള്ള ദൃഢനിശ്ചയമുള്ളതുകൊണ്ടാണ്. ഖുറാഫാത്തിൽ നിന്ന് വന്നാൽ എനിക്ക് മനസ്സിലാകും. ഇപ്പം അടുത്ത കാലത്ത് വരെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഈ കുത്തുബിയത്ത് റാത്തീബ് ഇരട്ടത്ത് വെച്ച് ഓതുന്ന അവസരം ഉണ്ടായി. അതുകൊണ്ട് ഈ പ്രസ്ഥാനമില്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ശിർക്കിലേക്ക് പോകുമെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഈ ശിർക്ക് നമ്മുടെ സംഘടനയിൽ കൊണ്ടുവരുന്ന ആളുകൾക്കെതിരെ നിൽക്കുകയും അതിൻ്റെ പേരിൽ ഇപ്പോഴും പെരിങ്ങത്തൂരിലെ മടവൂരിയാണ് ഞാൻ എന്ന ആരോപണം എൻ്റെ പേരിൽ ഉന്നയിക്കുകയാണ്. പെരിങ്ങത്തൂർ പള്ളിയിൽ അറിയുന്ന ആളുകൾക്കറിയാം, മടവൂരി ഗ്രൂപ്പുകൾക്കെതിരെ ഏറ്റവും ശക്തമായി നീങ്ങിയ ഒരാൾപ്പെട്ടതാണ് ഞാൻ. അപ്പോൾ എന്നിൽ വരെ ആരോപണം ഉന്നയിക്കാൻ കാരണമായാണ് ഇപ്പോൾ പ്രവർത്തകന്മാരുടെ ഇടയിൽ പല ആരോപണങ്ങളും ഈ നിസ്സാരനായ എന്നെ അടക്കം നടത്തുകയാണ്. അതുകൊണ്ടാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. അതിൽ ചോദ്യങ്ങളൊന്നുമില്ല. നേരത്തെ ചോദിച്ച ചോദ്യത്തിനൊരു അനുബന്ധം കൂടി. ഇത് 6/7/2010 KNM അയച്ച സർക്കുലറാണ്. KNM ജില്ലാ മണ്ഡലം ശാഖാ സെക്രട്ടറിമാർക്ക്
മാന്യരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മതപ്രബോധന രംഗത്ത് ജിന്ന് പിശാച് വിഷയം വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയും അത് ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജമിയത്തുൽ ഉലമ പ്രസ്തുത വിഷയം ചർച്ചക്കെടുക്കുകയായിരുന്നു. 10/4/2007 മുതൽ ആ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. ഏപ്രിൽ മാസത്തെ ഇസ്ലാഹിലാണ് ഈ ലേഖനം വന്നത്. 10/4/2007 മുതൽ ആ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. അത് പൊതുജനങ്ങളോട് പറയേണ്ട സമയത്ത് പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ ഇടയിൽ പറയേണ്ടടുത്ത് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിത് ഈ പറഞ്ഞ രൂപത്തിൽ സ്വന്തം നിലപാട് പോലും വ്യക്തമാക്കാൻ പറ്റാത്ത ആളുകൾ സജീവമായി പ്രചരിപ്പിക്കുമ്പോഴാണ് ഇതേപോലെയുള്ള കൺവെൻഷനുകൾ വിളിച്ച് ആളുകളോട് ഇത് പറയുന്നത്. ഇത് വസ്വാസാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവരുടെ മനസ്സിൽ ആ വസ്വാസ് ഉണ്ട്, അത് നീക്കാൻ പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം നേരത്തെ അനസ് മൗലവി സൂചിപ്പിച്ചത് ജബ്ബാർ മൗലവിയുടെ വിഷയമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, മടവൂരിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഇതിനു മുമ്പ് ഈ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതിനെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ എതിർത്തില്ല, വിമർശിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ചുള്ള വിമർശനം. യഥാർത്ഥത്തിൽ ചെറിയ മുണ്ടം ഈ വിഷയം നമ്മൾ ശ്രദ്ധ ധരിച്ചിരുന്നത് നമ്മുടെ നാട്ടിലെ കുബൂരികളാണ് ഈ തെളിവ് ധരിച്ചിരുന്നത്. യാ ഇബാദുള്ള അയ്യൂനി, വിജനപ്രദേശത്ത് ഒരാൾ എത്തിയാൽ യാ ഇബാദുള്ള അയ്യൂനി എന്ന് പറയണമെന്ന് ഹദീസിലുണ്ട്. യഥാർത്ഥത്തിൽ ഹദീസ് ദുർബലമാണ്. നമ്മൾ സാധാരണ മറുപടി പറയും ആ ഹദീസ് ദുർബലമാണ്. ഇനി സഹീഹാണെന്ന് വന്നാൽ തന്നെ അതിലെന്തില്ല, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവില്ല. മനസ്സിലായോ? മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഒരാൾ എവിടെയെങ്കിലും പെട്ട് ഒരു കിണറ്റിൽ അയാൾ വീണു എന്ന് വിചാരിക്കും. വിജനപ്രദേശം ഒന്നും നമ്മുടെ നാട്ടിലൊരു കിണറ്റിൽ വീണുപോയി. അപ്പോൾ അയാൾ ഒരാൾ മണ്ടി വരൂ എന്ന് പറയും, വിളിക്കുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലുണ്ടോ എന്നെ പിടിക്കുക, കെട്ടി വീണുപോയത് കൂവാണ്. ഇയാൾ ആരെയും കാണുന്നില്ല. ഇയാളുടെ വിചാരം എന്താ? ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും വന്നിട്ട് എന്നെ ഒന്ന് പിടിച്ചു കയറ്റട്ടെ എന്നാണ്. ഇയാൾ മലക്കിപ്പ് വന്ന് എന്നെ പിടിച്ചു കയറ്റും, ജിന്നിപ്പ് വന്ന് പിടിച്ചു കയറ്റുന്ന ഇയാൾ വിചാരിക്കണ്ടോ? ഈ കേൾക്കുന്ന കരയിലുള്ള ആരെങ്കിലും എന്നെ പിടിച്ച് കയറ്റിക്കോ എന്ന വിചാരത്തിലാണ് ഇയാൾ വിളിക്കുന്നത്. അപ്പോൾ ഒരാൾ മണ്ടി വരുമോ എന്നിങ്ങനെ വിളിച്ചാൽ, അല്ലെങ്കിൽ ഓടി വരുമോ എന്നിങ്ങനെ വിളിച്ചാൽ അത് ശിർക്കില്ല. ഇതാ നമ്മൾ മറുപടി പറഞ്ഞിരുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർ ഈ ഹദീസിലെ ചില പ്രയോഗങ്ങൾ വെച്ചിട്ട് ചിലപ്പോൾ അത് മറഞ്ഞ അല്ലെങ്കിൽ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാവുന്ന ജിന്നുകളാണ്, മലക്കുകളാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട്. അത് ഈ അടുത്ത കാലഘട്ടത്തിലെ ചില പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനം മാത്രമാണ്. അവരും അത് ഹുക്കുമായി സ്വീകരിക്കണമെന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. വാലാ തഖ്ദീർ സുബൂത്തിഹി, അല്ലെ, അലാ തഖ്ദീർ സുബൂത്തിഹി, ഇത് സ്ഥിരപ്പെട്ടാൽ തന്നെ ഇങ്ങനെ വരാവൂ, ഇങ്ങനെ കിട്ടൂ, അല്ലാതെ മരിച്ചവരെ കിട്ടൂല എന്ന് പറഞ്ഞു പോയതാണ്. പക്ഷെ ചില ആളുകൾ വന്നിട്ട് ഈ അലാ തഖ്ദീർ സുബൂത്തിഹി, അതിന്റെ സിഹത്ത്, അത് സ്ഥിരപ്പെട്ടാൽ, അത് ശരിയായാൽ തന്നെ ഇതാണ് അർത്ഥമല്ലാതെ മരിച്ചവരെയല്ല എന്ന് പറയുന്നത് ഇവരെന്തെടുത്തു, ഇവർ തെളിവാക്കി. അപ്പോ ഹദീസ് ദുർബലം. ആ ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചാൽ തന്നെ ഇതാണ് അർത്ഥമല്ല, നിങ്ങൾ മരിച്ചവരെ വിളിക്കുന്നതിന് ഇത് തെളിവാകൂല എന്ന് പറഞ്ഞതിനെ തെളിവായി സ്വീകരിച്ച് അത് അവരുടെ വാദമായി കെട്ടിവെച്ച് ഇതൊക്കെ മഹത്തുക്കളുടെ വാദമാണ്, ഈ മഹത്തുക്കളൊക്കെ ജിന്നോട് തേടാം, അത് ശിർക്കല്ല എന്ന് പറഞ്ഞവരാണ് എന്ന വാദം അവരുടെ മേൽ വെച്ച് കെട്ടി അവരെ കൂടി പ്രതികളാക്കുകയാണ് പല ആളുകളും ചെയ്തത് ഈ വിഷയത്തിൽ എന്ന് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോ ഈ രൂപത്തിൽ വന്നു, ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ചു വന്നു. അത് മുമ്പ് ചെറിയ മുണ്ടവും എഴുതി വെച്ചിരുന്നു. ഈ ചെറിയ മുണ്ട എഴുതിയതും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതെപ്പോഴാന്ന് ചോദിച്ചാൽ ഈ വിവാദത്തിന് ശേഷമാണ്. മാത്രല്ല ഇവർ തന്നെ കൊണ്ടുവന്നു, ചെറിയ മുണ്ട എഴുതിയിട്ടുണ്ട്, ചെറിയ മുണ്ട എഴുതിയത് കൊണ്ടുവന്നു, ഇതിന് ന്യായീകരിക്കാൻ ശ്രമിച്ചു. അപ്പോ ചെറിയ മുണ്ടം എഴുതിയിട്ടുണ്ട്, അത് മടവൂരികളും എഴുതിയിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല ഇത് കേട്ടപ്പോൾ ചെറിയ മുണ്ടം പോലും അത് ഉറപ്പിച്ചു പറയാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിട്ട് മൂപ്പര് തന്നെ ഇളകി. ഉറപ്പിച്ചു പറയാൻ പറ്റൂല എന്നാ പറഞ്ഞത്. ഇതാ അപ്പോ ഈ രൂപത്തിൽ അദ്ദേഹം എഴുതിയ ഒരു വാദം, ആ വാദം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെതിരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് തന്നെയും ഇളക്കം സംഭവിച്ചു. ഉറപ്പിച്ചു പറയാൻ പറ്റോ ഇല്ലേ എന്ന വിഷയത്തിലേക്ക് ചെറിയ മുണ്ടൻ തന്നെ താന്നു വന്നിട്ടുണ്ട്. അതുപോലും ആരുണ്ടായില്ല, ഇവർക്കുണ്ടായില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മറുഭാഗമായി മനസ്സിലാക്കാനുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വിഷയം നമ്മൾ ഇതിനു മുമ്പ് ഈ രൂപത്തിൽ എന്തെടുത്തിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു വിവാദം തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു വിഷയം വന്നപ്പോൾ അതിന്റെ വ്യക്തമായ നിലപാടുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതല്ലാതെ ഓരോ സമയത്തും ഓരോരുത്തരും എഴുതി ഓരോ വാചകങ്ങളെയും വരികളെയും വായിച്ചിട്ട് അതിന്റെ ഹുക്കും പറയുക എന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ഈ വിഷയമായിട്ടാണ് ഇത്രയും ആദർശത്തിൽ കണിശത പുലർത്തുന്ന മുജാഹിദീങ്ങൾ, ചില പണ്ഡിതന്മാർ എക്സാമ്പിളായിട്ട് പറയാണ്, മുജാഹിദ് ബാലുശ്ശേരി
ഒരാളുടെ പേരിൽ ഷിർക്ക് ആരോപിച്ചു എന്നതിൻ്റെ പേരിൽ സംഘടനയിൽ നിന്നും പൊതുവേദിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി. പക്ഷേ അന്ന് തന്നെ അനീഫ് കായക്കൊടിയോട് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിരുന്നു, ഞാൻ ആ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് അനീഫ് കായക്കൊടി ജാമ്യയിൽ വെച്ച് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയല്ലേ? അല്ല അങ്ങനെ എന്നോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കൂല. പറഞ്ഞോ, ചോദിച്ചോ. അങ്ങനെ ഒരു വാദം ഉള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. എക്സാമ്പിൾ, ഓക്കെ, അയാൾക്ക് ആ വാദം ഇല്ല, എന്നിട്ടും ആ ബാലുശ്ശേരിക്കെതിരെ നടപടിയെടുത്തു. പക്ഷേ സ്വഹീഹായ ഹദീസിനെ പച്ചയായി പരിഹസിച്ച നിഹ്മത്തുള്ള ഫാറൂഖിയെതിരെ ഇതുവരെയായി ഒരു നടപടിയെടുക്കാൻ നേതൃത്വം കാണിക്കാത്തത് എന്താണ്? എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇടവണ്ണയിലെ പരിപാടി കേട്ടിട്ടുണ്ടാവില്ല. കേട്ടതാണെങ്കിൽ ഇതേ ചോദ്യത്തിനാണല്ലോ ഞാൻ അവിടെ മറുപടി പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ ചോദ്യം ഇവിടെ ചോദിക്കേണ്ടതില്ല. ഇനി ഈ ആളുകൾ മനസ്സിലാക്കാനായിരിക്കും എന്ന സതുദ്ദേശത്തോടു കൂടി ഞാൻ മറുപടി അറിയാം. കാരണം ഇതേ ചോദ്യമാണ് ഇടവണ്ണ ചോദിച്ചത്. അതിന് പറഞ്ഞ മറുപടി തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ഒന്ന്, മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം കേട്ട ആളുകൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം കേവലം അത്തരം ആളുകൾ ശിർക്ക് ചെയ്യുന്നു എന്ന് പറയുക മാത്രമാണോ ചെയ്തത്? അല്ല. അതെ, ആ കാഫിറായിരുന്നു, ഇപ്പൊ മുശ്രിക്കുമായി എന്നാണ് പറഞ്ഞത്. അത് ഞാൻ അന്നൊരു ഉദാഹരണവും പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു ഉദാഹരണം, പണ്ട് അരീക്കോട് പഠിക്കുന്ന സമയത്ത് ഒരു സാഹിത്യ സമാജത്തിൽ പ്രസംഗിച്ച് പഠിക്കട്ടെ എന്നുള്ള ആൾക്ക് പലയിടത്തും ഞാൻ പറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ എന്ത് കിട്ടിയാലും പ്രസംഗിക്കും. ശരിയാണോ തെറ്റാന്ന് നോക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരിക്കൽ ഈ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. എനിക്ക് ആ വിഷയത്തിൽ ഒരു ചുക്കും അന്നും അറിയില്ല ഇന്നും അറിയില്ല. അപ്പൊ KC അബൂബക്കർ മൗലവിയാണ് അധ്യക്ഷൻ, നിഅമത്തുള്ള ഫാറൂഖിന്റെ വാപ്പ. സദസ്യാവസരത്തിൽ ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ ആ വിഷയം ആദം നബിയായി ബന്ധപ്പെട്ടതൊക്കെ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, സർ, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് അനീതി കാണിച്ചത്? മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. കാരണം അന്ന് സൂറത്തുൽ ബഖറയെ ഓതി അർത്ഥം പഠിക്കലേ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ മാതിരി സുന്നി മദ്രസ പഠിച്ചു പോയതാണ്. വൈദ റബ്ബുക ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ പറഞ്ഞില്ല. പിന്നെ എന്തിനാണ് പാവപ്പെട്ട ഇബ്ലീസിനെ അള്ളാഹ് പുറത്താക്കിയത്? സുജൂദ് ചെയ്യാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ലല്ലോ ഇബ്ലീസിനോട് എന്ന് പറഞ്ഞു. അപ്പൊ KCയുടെ മറുപടിയാണ്. KC എഴുന്നേറ്റ് ഒരു ചിരിയുണ്ട്, മൂപ്പര് നല്ല രസമുള്ള ഒരു ചിരി, ഹാ എന്നിട്ട് അവിടുന്ന് വരുന്നൊരു ചിരിയാണ്. എടാ, നീ ചോദിച്ച ചോദ്യം നീ അല്ലല്ലോ ചോദിക്കേണ്ടത്, അത് ആദ്യം ചോദിക്കേണ്ട ഇബ്ലീസ് അല്ലേ? പഠിച്ചോനെ, എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ, മലക്കുകളോടല്ലേ പറഞ്ഞത്. എന്നിട്ട് ഞാൻ സുജൂദ് ചെയ്യാത്ത നിശ്ചിതിനെ എന്നെ പുറത്താക്കണത്. ഇന്ന് ആദ്യം ആരാ ചോദിക്കേണ്ടത്? ഇബ്ലീസ് അല്ലേ എന്ന് ആര് പറഞ്ഞു? KC പറഞ്ഞു. ഇത് ഇനിയിപ്പോ മുജാഹിദ് ബാലുശ്ശേരി ഇബ്ലീസാക്കി, സക്കരിയ സലിയാൻ ഇബ്ലീസാക്കി എന്നൊന്നും പറയല്ലേ സഹോദരന്മാര്. ഞാൻ ആ സംശയവുമായി ബന്ധപ്പെട്ട കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. ഈ വിഷയത്തിൽ താൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ആർക്ക് ബോധ്യപ്പെട്ടു? മുജാഹിദിന് ബോധ്യപ്പെട്ടു. എന്നോടല്ല, ഇറങ്ങിയ ഉടനെ അത് റെക്കോർഡ് ചെയ്യുന്ന നജ്മുദ്ദീനോട് പറഞ്ഞു, ഇങ്ങനൊരു പ്രത്യേക പരാമർശമാണ്, ഒഴിവാക്കണം. അലിയെ നേരിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. എൻ്റെ അടുത്ത് അബദ്ധം വന്നു പോയതാണ്. എന്തുകൊണ്ടാ കാന്തപുരത്തിന് ഇന്നവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അടുത്ത് അബദ്ധം വന്നതാണ്. അമ്പലക്കടവിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അലിയെ പറ്റി അത് പറയാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ മുജാഹിദിന് തർക്കമില്ല. പക്ഷെ ഇപ്പൊ ചില ആള് മുജാഹിദ് പറഞ്ഞു, എന്താ കുഴപ്പം? മുജാഹിദ് പറയുന്നു ഞാൻ പറഞ്ഞത് അബദ്ധമാണ്. ഇതാ ഞാൻ കഴിഞ്ഞ ഒരു മീറ്റിംഗ് നടത്തി, ഫാൻസ് അസോസിയേഷനാണ്, എന്റെ കുറെ മുരീദന്മാരുണ്ടാവും. അപ്പൊ അനീഫ് കായക്കൊടി എന്ത് പറയണമെന്ന് ഞാനല്ല, നിങ്ങൾ തീരുമാനിക്കുക, എന്നിട്ട് ഞാൻ പറയാം. ആ ഒരു തരത്തിലേക്ക് ആളുകളെ ഇവിടെ ജമിയത്തുൽ ഉലമയുടെ ഒരു ചർച്ച നടന്നപ്പോ കണ്ണൂരിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം, ഇന്നലെ നിങ്ങൾ നന്നായി അവിടെ പറഞ്ഞു എന്ന് കേട്ടു, താങ്ക്സ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, പശു വാല് പൊക്കുമ്പോ, കാള വാല് പൊക്കുമ്പോ അറിയാ എന്തിനാണ് ഈ പൊക്കണത്. ആ മുരീദാക്കണ പണി എനിക്കില്ല, നീ ഫോണ് കട്ട് ചെയ്തോന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ അതിൽ സ്വീകരിക്കുന്ന ഒരു രീതി. അതാണ്. അപ്പൊ ഞാൻ എന്ത് പറയണം അത് നിങ്ങൾ തീരുമാനിക്കാം. എന്നിട്ട് ഞാൻ അതല്ല പറഞ്ഞതെങ്കിലോ, കായക്കൊടി അങ്ങനെയൊന്നുമല്ല, അത് ഇങ്ങനെയാണ് കായക്കൊടി പറഞ്ഞത്, ഞാൻ പറഞ്ഞു നിങ്ങളത് വ്യാഖ്യാനിക്കുക. മുജാഹിദ് പറയുന്നത് എനിക്ക് അബദ്ധമാണ്, അത് സംഘടനയോട് പറഞ്ഞു, റെക്കോർഡ് ചെയ്ത ആളോട് പറഞ്ഞു, ഈ ആരെ പറ്റിയാണോ പരാമർശിച്ചത് അയാളോടും പറഞ്ഞു. ഇനി ഇവിടെ സംഘടന എന്ത് നിലപാട് സ്വീകരിക്കണം? നജ്മുദ്ദീൻ മാത്രമല്ല ഇത് കേട്ടത്, ആയിരക്കണക്കിന് ആളുകൾ കേട്ടിട്ടുണ്ട്. ഒന്ന് ചെയ്യേണ്ടത് മുജാഹിദിനെ അത് ബോധ്യപ്പെടുത്തണം, ദീനിയായി അത് തെറ്റാണ്. ഒരാളെ പേരെടുത്ത് അയാൾ കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് പറയുന്നത് ദീനിയായി തെറ്റാണ്.
തയ്യീൻ ചെയ്ത് കാഫറാക്കാൻ പാടില്ല. തക്ഫീറിന്റെ മസല ആളുകളെ പഠിപ്പിക്കണം. അത് ഒന്ന്. രണ്ടാമത്തേത്, മുജാഹിദ് പ്രസ്ഥാനം ഒരു പൊതു സംഘടനയാണ്. ആ സംഘടന ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി പൊതുസമൂഹത്തിലുള്ള പൊതുപ്രവർത്തകന്മാരെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത് ദീനിയായി തെറ്റായത് കൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് മുന്നിലും അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അത്തരൊരു പരാമർശം നടത്തിയ ആളോട് വിശദീകരണം ചോദിക്കണം. കൊല്ലത്ത് ഇതുപോലൊരു കൺവെൻഷനിൽ പങ്കെടുത്തപ്പോൾ ഒരാള് വൈകാരികമായി ചോദിക്കുക, പണ്ട് തൗഹീദ് പറയുന്നതിനെ തടഞ്ഞത് അബൂജഹലായിരുന്നു, ഇപ്പൊ അബൂജഹലിയൻ സംസ്കാരമല്ലേ നമ്മുടെ നേതൃത്വം വെച്ച് പുലർത്തുന്നത്? ആലോചിച്ച് നോക്കിയ. ഈ ചോദ്യം ചോദിച്ച ആള് ജനിക്കുന്നതിന് മുമ്പ് തൗഹീദ് പറയാൻ തുടങ്ങിയ ആളുകളാണ് AP ഒക്കെ. എന്നിട്ട് അവരൊക്കെ ഇപ്പൊ അബൂജഹലിന്റെ ആളുകൾ. അവരൊക്കെ അതാ ഞാൻ നേരത്തെ പറഞ്ഞതാ, ഉസ്താദ് ആകണമെങ്കിൽ എന്ത് വേണം? ഈ 2010 സംഘടനയിൽ ശുദ്ധീകരണം നടന്ന് പിന്നെ വന്ന ആളുകൾ, എനിക്ക് തോന്നുന്നു AP അബ്ദുൽ ഖാദർ മൗലവിയുടെ കൊട്ടപ്പുറം സംവാദം കേട്ട ആരും ഇക്കൂട്ടത്തിൽ ഉണ്ടാവില്ല. AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു തടസ്സവുമില്ലാത്ത, ഒരു ചുമ പോലും വരാത്ത 2 മണിക്കൂർ പ്രസംഗം കേട്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല. നമ്മളൊക്കെ AP ആ ഒരു അവസ്ഥയിൽ എത്തിയതിനു ശേഷം APന്റെ പ്രസംഗം കേൾക്കാൻ തുടങ്ങിയ ആളുകളാണ്. നമ്മളുടെ കേരള നദ്വത്തുൽ മുജാഹിദീൻ തുടങ്ങിയ ക്ലാസ് റൂം ഉണ്ട് ഇന്റർനെറ്റിൽ. സാന്ദർഭികമായി അതുകൂടി പറയാണ്, KNMന്റെ ക്ലാസ് റൂം. നിങ്ങളുടെ കമ്പ്യൂട്ടറുള്ള ആളുകൾ വീട്ടിൽ പോയി, അത് ബൈലുക്സ് മെസ്സഞ്ചർ എന്നാണ് ആ സൈറ്റിന്റെ പേര്, അത് ഡൗൺലോഡ് ചെയ്ത് ഈ പരിപാടി കേൾക്കണം. 24 മണിക്കൂറും ക്ലാസ്സുകളും ചർച്ചകളുമാണ്. നമ്മുടെ കുട്ടികളൊക്കെ വെറുതെ കമ്പ്യൂട്ടറിന് മുമ്പ് കളിക്കുന്നതിന് പകരം ഇത് കേൾക്കാനുള്ള അവസരം വീട്ടിൽ നമ്മൾ ഉണ്ടാക്കണം എന്ന് സാന്ദർഭികമായി പറയാൻ. ഈ ക്ലാസ് റൂമിൽ നമ്മൾ ഈ കൊട്ടപ്പുറം സംവാദം പ്രക്ഷേപണം ചെയ്തു. ഒരു പ്രവർത്തകൻ അതിൽ മൈക്കെടുത്ത് കണ്ണീരോട് അയാൾ കരഞ്ഞുകൊണ്ട് പറയാ, APന്റെ ഈ പ്രസംഗം നേരിട്ട് കേൾക്കാൻ ഇനി എന്താ ചെയ്യാൻ? അത്രയും സ്ഫുടമായ ഭാഷയിൽ. പിന്നെ ഒരു ദിവസം നമ്മൾ APയുടെ തവസ്സുൽ ഇസ്തിഗാസ, AP ആ വിഷയം പ്രസംഗിച്ച കേട്ടാരുള്ളത് കൃത്യമായി ആ വിഷയം വിശദീകരിച്ചുകൊണ്ട്. കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞ ഉടനെ തിരൂരങ്ങാടിയിൽ നടന്നൊരുവർ, ഓലൊന്നും പണ്ഡിതന്മാരൊന്നല്ല. പിന്നെ ഞാൻ നേരത്തെ അബു ഉപയോഗിച്ചപ്പോ ആർക്കും ഒരു പ്രയാസമല്ലോ, ഇപ്പൊ അബു ഉണ്ടെങ്കിലേ ഉസ്താദാവുള്ളൂ. അബു ഇഹ്സാൻ ആകണം, അബു മിസ്ഫർ ആകണം, അബു തനീം ആകണം, അബു 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 ഇങ്ങനെ ചേർത്താൽ ഉസ്താദാവും, അല്ലെങ്കിൽ ഉസ്താദല്ല എന്നാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരൊന്നും തൗഹീദില്ലാത്ത, തൗഹീദിനോട് സ്നേഹമില്ലാത്ത ആളുകളല്ല. സംഘടനാപരമായി സ്വീകരിക്കേണ്ട നിലപാടാണ്. അത് മുജാഹിദിനോട് പറഞ്ഞു. മുജാഹിദ് ആ നിലപാട്, അത് ഞാനാണെങ്കിലും, മുജാഹിദ് എന്നല്ല ഞാനാണ്. കേരള നദ്വത്തുൽ മുജാഹിദിന്റെ സെക്രട്ടറി ആയിരുന്നില്ലേ AK അബ്ദുൽ ലത്തീഫ് മൗലവി? സെക്രട്ടറി ആയിരുന്നു AK അബ്ദുൽ ലത്തീഫ് മൗലവി. നേരത്തെ കേട്ട ചേകനൂര് മോശക്കാരനൊന്നല്ല, കുബൂരികളെ വാദപ്രതിവാദത്തിൽ വട്ടം കറക്കിയിരുന്ന പണ്ഡിതനാണ് അല്ലേ? ചില ആളുകളെ പറ്റി ഇല്ലാത്ത കഥകൾ ഉണ്ടാവും, അതാണോന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്, EK അസമുല്ലാര് ഒരായത്തിങ്ങനെ ഓതി അതിന് ദുർവ്യാഖ്യാനം നടത്തിയിട്ട് അറബി ഭാഷയിലെ ഒരു നെഹവിന്റെ അൽഫിയയുടെ പേര് പറഞ്ഞിട്ട് അതിലുണ്ട് എന്ന് പറഞ്ഞ് ഇല്ലാത്ത ഒരു 2 വരി പദ്യം ചൊല്ലി. ഉടൻ തന്നെ ചേകരൂര് അതിന് ബദലായി 2 വരി പദ്യം ചൊല്ലി. അതും ഇല്ലാത്താണ്. അപ്പൊ EK ചാടി, എവിടെ എവിടെയെന്ന് ചോദിച്ചു. നിങ്ങൾ ചൊല്ലിയ വരിന്റെ തൊട്ട് താഴത്തെ വരിയിലതാത്, നിങ്ങൾ ആ വരി മറച്ചു വെച്ചാൽ EKക്ക് ഇത് വായിക്കാൻ കഴിയുമോ? അപ്പൊ ആ തരത്തിലൊക്കെ പ്രവർത്തിച്ച പണ്ഡിതന്മാരുണ്ട്. പക്ഷെ തെറ്റായ സമീപനം അത് തുറന്ന് തന്നെ നമ്മുടെ സംഘടനാ നേതൃത്വം പറഞ്ഞ ഒരു കാര്യമാണ്. സംഘടനയാണെങ്കിൽ സംഘടനയിൽ ഒതുങ്ങി വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ. നിങ്ങൾ അറിയോ, ഉമർ മൗലവിയെ പരിചയമുള്ളവരാണല്ലോ എല്ലാവരും, ബാക്കിയുള്ളവരൊന്നും പരിചയമില്ലെങ്കിലും. ഈ ഉമർ മൗലവി സംഘടനയുടെ നിലപാടിന് വിരുദ്ധമായ ഒരു സമീപനം സ്വീകരിച്ചപ്പോ ഡോക്ടർ ഉസ്മാൻ സാഹിബ് നടത്തിയ പദപ്രയോഗം, ഈ പന്തല്ല പുല്ലിന് തീ കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന കുറ്റിപ്പുറ സമ്മേളനം നടക്കുമ്പോ ജമാഅത്തുകാരുമായുള്ള ഒരു ചർച്ച അദ്ദേഹം നടത്തിയപ്പോ അത് സംഘടനയിൽ വിഷയമായപ്പോ ഉമർ മൗലവി എന്ത് ചെയ്തു? കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് പദത്തിൽ നിന്ന് രാജിക്കത്ത് കൊടുത്തു. എന്നെ കൊണ്ട് സംഘടനയ്ക്ക് ഒരു പ്രയാസം ഉണ്ടായത് എന്ന് കണക്കാക്കി അന്ന് കുറെ ആളുകൾ ഉമർ മൗലവി തൗഹീദിന്റെ പ്രചാരകനല്ലേ, ഇതാ അബൂജാഹിലിന്റെ ആളുകൾ ഉമർ മൗലവിയെ പുറത്താക്കി, രാജിവെച്ചു, പീഡിപ്പിച്ചു എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതാ മുജാഹിദ് പ്രസ്ഥാനം. ഇവിടെ എന്താന്ന് വെച്ചാൽ മടവൂരികൾ പണ്ട് ഈ സംഘടനാ പ്രസിഡന്റായപ്പോ APനോട് ചോദിച്ചു, APനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, KPയുടെ കാലത്ത് സംഘടനയിൽ കുഴപ്പമില്ല, അതിന്റെ മുമ്പ് കുഴപ്പമില്ല, ഇപ്പൊ AP വന്നപ്പോഴാണ് കുഴപ്പമായത്. AP പറഞ്ഞു ശരി തന്നെയാണ്,
KP ഉള്ളപ്പോ ഞാനൊക്കെ അല്ലേ അനുയായി, അതുകൊണ്ട് ഞങ്ങൾ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. ഞാൻ വന്നപ്പോ നിങ്ങളൊക്കെ അല്ല അനുയായി, നിങ്ങൾ കുഴപ്പമുണ്ടാക്കി, അതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ എന്ന് പറഞ്ഞ മാതിരി ഈ വിഷയങ്ങളിൽ നമ്മൾ ഒരു വ്യക്തി, അനസ് പറഞ്ഞല്ലോ നേരത്തെ, ഒരു വ്യക്തിയും വലുതല്ല. നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. ഈ ആദർശത്തിന് കോട്ട ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എന്തിനാ സഹോദരന്മാരെ നമ്മൾ ഐഡന്റിറ്റി? നിങ്ങൾ നോക്കൂ, ഒരു മുജാഹിദ് പ്രവർത്തകനോട് ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ വാദം ശിർക്കാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ എന്ന് ചോദിച്ച സമയത്ത് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയേണ്ടവനല്ലേ മുജാഹിദ് അത് ശിർക്കാണ് അല്ലേ? അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്? അത് പറയാൻ കഴിഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന് മാത്രമല്ല, പലർക്കും കഴിയാത്ത അവസ്ഥ. ഇതാണ് വിഷയം. ഈ വിഷയമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അല്ലാതെ വ്യക്തികളല്ല. ഒരു വ്യക്തിക്കും സംഘടനയിൽ അപ്രവാദിത്വമില്ല. നമ്മൾ ആദർശത്തിന്, നമ്മൾ പണ്ടേ പറയലെന്താ, വ്യക്തിയല്ല നേതാവല്ല, നമ്മൾ ആദർശത്തിനാണ് മുൻഗണന കൊടുക്കുന്നത് എന്ന്. ഇപ്പൊ ചിലര് അതും എടുത്തിട്ടാണ് എന്ത്, ഈ അബ്ദുൽ ഖാദറിൻ്റെതല്ല ആദർശം, അബ്ദുള്ള കോയയുടേതല്ല ആദർശം, അബ്ദുറഹ്മാൻ്റെതല്ല ആദർശം എന്നൊക്കെ പറയുമ്പോൾ അത് എന്തോ ഒരു വ്യക്തിപരമായ ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്ന് ആളുകൾക്ക് തോന്നും. ആ ഒരു രീതിയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദർശത്തിന്റെ ഈ പ്രാധാന്യം മനസ്സിലാക്കുക എന്നാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു ഫാസിൽ മുട്ടങ്ങാട്, അതായത് CP സലീം കണ്ണൂരുകാരനാണല്ലോ. അങ്ങേർക്ക് ഈ വാദമുണ്ടോ ഇല്ലയോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലല്ല, നിങ്ങളുടെ ആ നിലപാടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് സലീം ഖാനെ ഈ കണ്ണൂർ ജില്ലയിൽ പല ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ആ ജിന്നുകാരനാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വാദമില്ലല്ലോ. അത് മതി, അൽഹംദുലില്ലാ. അപ്പോ അവിടെ അത് പറഞ്ഞുതരാം. അപ്പോ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് വ്യക്തിയിലേക്ക് പോകേണ്ട ഒരു വിഷയമില്ല, ഒരു സബ്ജക്റ്റ് ഇല്ല. ഇവിടെ നിന്ന് വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനിയിപ്പോ നാളെ ഈ ഞാൻ വന്നിട്ട് നിങ്ങളോട് പറയണ ജിന്നോട് സഹായം എന്തെങ്കിലും ചെറുക്കല്ല എന്ന് പറഞ്ഞാൽ പോടാന്ന് പറയാനുള്ള ആ തൻ്റെ ഇടം കാണിക്കുക. കാരണം വെച്ചാൽ ഇവിടെ നമ്മുടെ ആദർശമാണ്, അത് നമ്മൾ പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയില്ല, ഇപ്പൊ പോണ പോക്കിൽ ചെറിയ ഒരു നെഞ്ചുവേദന വന്നാൽ ചിലപ്പോൾ ഞാൻ മരിച്ചു എന്ന് വരും, അതോടെ തീർന്നല്ല ഇത്. അല്ലെങ്കിൽ വേറൊരു വ്യക്തി മരിച്ചു എന്ന് വരും, അതല്ല ഇത്. നേരെ മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശം അത് വിലപ്പെട്ട ആദർശമാണ്. മാന്യ സഹോദരൻ മനസ്സിലാക്കണം. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ, ഇത് ഈ സമൂഹത്തിൽ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ, ഈ തൗഹീദ് ജനങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ, ഇത് പറയാൻ ഒരാളില്ല നമ്മൾ മനസ്സിലാക്കുക. ഇത് പറയാൻ വേറൊരാളില്ല. അതുകൊണ്ട് ഈ തൗഹീദ് നിലച്ചു പോകും എന്ന് നമ്മൾ വിചാരിക്കുക. ഇപ്പൊ നമ്മളൊക്കെ കൊണ്ട് മാറി നിന്നാൽ, ചില ആളുകൾ അങ്ങനെ, നമ്മളൊക്കെ കൊണ്ട് മാറി നിന്നാൽ ഇത് പറയാൻ ആളുണ്ടാവില്ല. അപ്പൊ അള്ളാഹ് വേറൊരു ജനതയെ കൊണ്ടുവരും. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ചാൻസ് നഷ്ടപ്പെടും. നമുക്ക് കിട്ടിയ അവസരം നമ്മൾ അത് ദുരുപയോഗം ചെയ്തവരായി തീരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ഹാജരാക്കപ്പെടുമെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകും. ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട്, വളരെ വേണ്ടപ്പെട്ടവരോട് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, ഒരു പക നമ്മുടെ മനസ്സിൽ ഒരാളോടും വെച്ചിട്ട് പോകണ്ട. നമുക്കൊരാളോടൊരു ദേഷ്യമില്ല. നമ്മൾ ദുആ ചെയ്യണ തന്നെ എന്താ പറയുക, ഖുർആൻ പറയണെന്ന് വെച്ചാൽ, ഖുർആൻ പഠിപ്പിച്ചെന്താ വെച്ചാൽ, റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്താ പറയുന്നത്? റബ്ബന ഗഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ്. വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് ഈ തൗഹീദ് പഠിപ്പിച്ചു തന്ന ഒരുപാട് ആളുകളുണ്ട്, ഞങ്ങൾക്ക് മുൻകടന്നു പോയവരുണ്ട്, ഞങ്ങൾക്ക് ഈ സത്യ വെളിച്ചം എത്തിച്ചു തരാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. പലരും അവർ വാർദ്ധക്യം ബാധിച്ച് ശയ്യാവലംബരായി കഴിച്ചു കൂട്ടുന്നുണ്ട്. അല്ലാഹു അവർക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ. അവരുടെ അധ്വാനം, അതിന്റെ ഫലമായി ഈ തൗഹീദ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് മഗ്ഫിറത്ത് തരുന്നതോടൊപ്പം അവർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യണമെന്ന ഖുർആൻ പഠിപ്പിച്ചത്. ഇന്ന് പലപ്പോഴും ആ ഒരു നല്ല വിചാരം നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ച് വെച്ച് പുലർത്താൻ കഴിയാതെ പോകുന്ന ഒരു ജനത നമുക്കിടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് ആസൂത്രിതമായ ചില പ്രചരണങ്ങൾ വഴി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുക. ഇല്ല, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ നേതാക്കൾ, അവരോടൊപ്പം എത്താൻ നമുക്ക് കഴിയില്ല. അവരോടൊപ്പം എത്താൻ നമുക്ക് കഴിയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച AP അബ്ദുൽ ഖാദർ മൗലവി, നമുക്കറിയാം കൊട്ടപ്പുറത്ത് വാദപ്രതിവാദം നയിച്ച ആളാണ് AP അബ്ദുൽ ഖാദർ മൗലവി. അതുപോലെ തന്നെ നമുക്കറിയാം പൂനൂര് വെച്ചുകൊണ്ട്
വാദപ്രതിവാദം നടത്തിയ അലവി മൗലവി ഓരോ സ്റ്റേജുകൾ പരസ്യമായി സ്റ്റേജ് കെട്ട് 10-12 ദിവസം ഇവിടുത്തെ സമസ്തക്കാരുമായി തുറന്ന് വാദപ്രതിവാദം നടത്തിയ നമ്മുടെ നേതാക്കന്മാർ. ഇത് ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ടൗണിൽ ഒരു പരസ്യ വാദപ്രതിവാദം നടത്താൻ ധൈര്യമുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഒരു പരസ്യ വാദപ്രതിവാദം നടത്തി കാണിക്കാമോ? ഒന്ന് ആലോചിക്കും നമ്മള്. ഇങ്ങനെ ആയിരുന്നില്ല. നേരെ മറിച്ച് പറയപ്പെട്ട പണ്ഡിതന്മാർ കുറ്റിക്കാടുകളിൽ ഒളിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ. അറിയോ? ഇ കെ ഹസൻ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ, ഇ കെ അബൂബക്കർ മുസ്ലിയാരെ പോലുള്ള ആളുകൾ പല്ലക്കിലേറി ആ കാലഘട്ടത്തിൽ വരുമ്പോ, പതിയെപ്പോലുള്ള ആളുകൾ കയറി വരുമ്പോ ഇവര് പ്രസംഗത്തിനിടയിൽ വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കും. ഇവിടെ ഏതെങ്കിലും വഹാബികൾ ഉണ്ടെങ്കിൽ വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉണ്ട് എന്ന് പറഞ്ഞ് മൈക്ക് കയ്യിൽ കരുതി മൈക്ക് വെച്ച് ഉണ്ട് എന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്യലല്ല വാദപ്രതിവാദത്തിന്. യാതൊരുവിധ വിവരമില്ലാതെ നിലനിൽക്കുന്ന ഖുർആൻ പഠിക്കാത്ത സുന്നത്ത് പഠിക്കാത്ത ആളുകൾ, അവർക്ക് മുന്നിൽ ഇവർ എഴുന്നേറ്റ് നിന്നിട്ട് വാദപ്രതിവാദം നടത്തുകയാണ്. കൊട്ടപ്പുറം വാദപ്രതിവാദം വലിയ ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പരസ്യമായി നടന്ന വാദപ്രതിവാദം. ഇന്റർനെറ്റ് ഇല്ലാത്ത കാലഘട്ടത്തിൽ, കമ്പ്യൂട്ടറുകൾ വ്യാപകമായിട്ടില്ലാത്ത കാലഘട്ടത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കി അവർ വാദപ്രതിവാദം നടത്തി, ഖണ്ഡന പ്രസംഗം നടത്തി. അങ്ങനെയാണ് തൗഹീദി പ്രസ്ഥാനം കേരളത്തിൽ ആളുകൾ പഠിച്ച് മനസ്സിലാക്കി ഇത് ഉൾക്കൊണ്ട് വരുന്നൊരു ജനത ഇവിടെ രൂപപ്പെട്ടു വന്നത് വെറുതെ ഉണ്ടായതല്ല. എന്നിട്ട് ഇന്ന് 2 ഖണ്ഡന പ്രസംഗം ഒരാൾ നടത്തിയിട്ട് പറയാം, ഞങ്ങളൊക്കെ മറുപടി പറഞ്ഞ് ക്ഷീണിച്ച് ഇവരൊക്കെ അവിടെ പായലിൽ കിടന്ന് ഉറങ്ങാണ്. ആര് ഞങ്ങളിവിടെ മറുപടി പറഞ്ഞ് ക്ഷീണിച്ച് ഞങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ മന്യ സ്വതങ്ങൾ നിങ്ങൾ ചിന്തിക്കണം, ഇവരൊക്കെ ആരെന്നറിയോ? വളരെ ശക്തമായി ഈ രൂപത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് വാദപ്രതിവാദവും ഖണ്ഡന പ്രസംഗവും നടത്തി ജനങ്ങളെ ബോധവൽക്കരിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങി തൗഹീദിന്റെ സന്ദേശം എത്തിച്ച് ജനങ്ങളെ പരിവർത്തിപ്പിച്ച നേതാക്കളാണ്. ഇന്നവർക്ക് പഴയതുപോലെ ഓടാൻ കഴിയുന്നുണ്ടാവില്ല. നേരെ മറിച്ച് അവർ നമ്മൾ പരിഗണിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അള്ളാഹു ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അവർക്ക് ഇത് പുറത്തു കൊടുക്കണം. ഈമാനുള്ള ഒരാളോടും അല്ലാഹുവേ ഞങ്ങൾ ഹൃദയത്തിൽ പക ഉണ്ടാക്കല്ലേ എന്നാ. ഉണ്ടാക്കരുത്, പക ഉണ്ടാക്കരുത്. വേണ്ട, ഒരാളോടൊരു പക വേണ്ട, പക മനസ്സിൽ വേണ്ട. ഒരാളെ നമുക്ക് സ്നേഹിക്കാം, ഒരാളെ നമുക്ക് അകറ്റാം. അത് ആദർശത്തിന്റെയും തൗഹീദിന്റെയും വിശുദ്ധ. അയാളോട് വ്യക്തിപരമായിട്ടൊരു പകയും നമുക്കില്ല. ആദർശത്തിന്റെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് പറയും. ആ നിലപാടുകൾ വ്യക്തമാക്കി കൊടുക്കും. തൗഹീദിന്റെ കാര്യത്തിൽ എടുക്കും, തൗഹീദിന്റെ കാര്യത്തിൽ അകലും. സുന്നത്തിന്റെ കാര്യത്തിൽ എടുക്കും, സുന്നത്തിന്റെ കാര്യത്തിൽ അകലും. അതെന്ന് വെച്ചാൽ അതിനോടുള്ള യോജിപ്പും അതിനോടുള്ള വിയോജിപ്പും അതിനുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നു വരണം. വന്നിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആദർശത്തോട് പ്രതിബദ്ധത കാണിക്കുന്ന, ഖുർആനോടും സുന്നത്തിനോടും പ്രതിബദ്ധത കാണിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഉണർന്നു വരാൻ നമുക്ക് കഴിയണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എല്ലാവരും പലയിടത്തും പറയുന്നുണ്ട് സലഫി മനഹജ് സ്വീകരിക്കണം എന്നാണ്. ചിലർ പറഞ്ഞത് മൂർഖം പാമ്പാണ് എന്ന്. സലഫി മനഹജ് മൂർഖം പാമ്പാണ്, കാരണം ഓനും അത് പിടിക്കണില്ല. അതുകൊണ്ട് തന്നെ വേറെ ചില ആളുകൾ പറഞ്ഞു സലഫി മനഹജ് വേണം. അല്ല, ഈ സലഫി മനഹജ് എന്ന് പറഞ്ഞ സാധനം എവിടേക്കാ വേണ്ടത്? SMS സലഫി മനഹജ് ഇല്ലേ? അവിടെ സലഫി മനഹജ് വേണ്ടേ? അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന രൂപത്തിൽ മെയിൽ അയക്കുമ്പോൾ ഒരു സലഫി മനഹജും ഇല്ലേ? അതുപോലെ തന്നെ നാട്ടിൽ ചില ആളുകളെ വിളിച്ച് ഫോൺ ചോർത്തി വ്യക്തിപരമായി അവരെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ സംസാരിച്ച് അവരുടെ ബന്ധുക്കളോട് സംസാരിച്ച് അത് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഈ സലഫി മനഹജ് എന്ന് പറയുന്ന സാധനം ഇല്ലേ? അല്ലെ, എവിടെ ഈ സലഫി മനഹജ്? എവിടെയാണ് കൊള്ളേണ്ടത്? എവിടെയാണ് അത് മാറ്റിവെക്കേണ്ടത്? ഈ സലഫി മനഹജ്